ആ ID കൊടുത്തിരുന്നെങ്കിൽ മോനെ എന്നെ വന്ന് എന്റെ കുഞ്ഞ് 4 ദിവസമേ ചോദിച്ചോളൂ. 4 ദിവസം എന്റെ അമ്മയെ വന്ന് കേട്ടോ. അപ്പൊ അവൻ മനഃപൂർവ്വം കൊടുക്കാൻ ഞാൻ അവന്റെ കള്ളത്തരം നാട്ടിൽ വരുമ്പോ പൊളിയോന്ന് വിചാരിച്ചല്ലേ. നല്ല രീതിയിലാണ് വളർത്തിയത്. ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയത് നല്ല സ്വർണ്ണക്കട്ടിലിട്ട് വളർത്തിയതാ ഈ കുഞ്ഞിനെ. എന്റെ മോള് പറഞ്ഞ് നിറവിച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല എന്നെ സ്നേഹിക്കുന്നവനായിരിക്കണം, സ്നേഹിക്കുമെന്ന് അവളെ വിഡ്ഢി മനസ്സിൽ തോന്നിയതാ. അവനെ കണ്ട ഒരു പാണ്ടി ലുക്ക് എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്നതല്ലേ മോനെ എന്റെ മോളെ മരണത്തിത്താത്തത്. ഒരു വാക്ക് എന്നെ ഒരിക്കൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു മോനെ. ഇത്രയും അനുഭവിച്ചെന്ന് നിങ്ങളെയൊക്കെ കണക്കന്നെ ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നു. ഞാൻ അവരെ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ജോലിക്കാരിയാക്കി കല്യാണവും കഴിച്ചു വിട്ട്. ഞാൻ അത്രയും അനുഭവിച്ചത് കൊണ്ട് എൻ്റെ മക്കള് രണ്ടും ഒരു ദുഃഖം എന്നോട് പറയത്തില്ല. എപ്പോഴും പറയും എൻ്റെ അമ്മയെ ഒന്നും അറിയിക്കല്ലേ, എൻ്റെ അമ്മ ഒന്നും അറിയരുത്, എൻ്റെ അമ്മ ഒന്നും അറിയാതെ എൻ്റെ മോൾ ഇത്രയും അനുഭവിച്ച്. ഞാൻ എല്ലാരെയും പോലെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴേ എൻ്റെ മോളെ വിരൂപിയാക്കി കൊന്നെറിഞ്ഞത്. അത്ര രീതിയിൽ എൻ്റെ മോള് പാവമായിരുന്നു മക്കളെ. നിങ്ങൾ ചോദിച്ചു നോക്കി, ഇത്ര പഞ്ചപാവമായോണ്ടല്ലേ എൻ്റെ മോക്ക് ഈ അബദ്ധം പറ്റിയത്. അമ്പോറ്റിയായ ഒരു മോളാ, സുന്ദരിയായ മോള്. നമുക്ക് ഒരിക്കലും അതിൻ്റെ കണ്ണിൽ നിന്ന് മറക്കാൻ പറ്റത്തില്ല. അത്ര സുന്ദരി ഒരു മോളും ആ തള്ളയും കുടുംബവും എല്ലാവരും. ഞങ്ങൾക്ക് ഒരഭിപ്രായവും പുറമോട്ട് പറയാൻ പറ്റത്തില്ല. അത്ര നല്ലൊരു മോളാ. ഇങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. സഖി കെട്ടുപോയി. അവൾ ഒരു വാക്കുപോലും കൂടെ പറഞ്ഞിട്ടില്ലെന്നാ തള്ള പറയുന്നത്. കുഞ്ഞ് അങ്ങനെങ്കിലും പറഞ്ഞെങ്കിൽ ഞങ്ങൾ എങ്ങനെയും അവളെ രക്ഷിച്ചേനെ, എങ്ങനെയും രക്ഷിച്ച് അവളെ കൊണ്ടുവന്നേനെ. എൻ്റെ കുഞ്ഞ് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതൊരു പൊടി കുഞ്ഞും. അവൻ പറയുന്നത് അവൾ തന്നെ ചെയ്തെന്നാ. അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. അവൻ ഇവിടെ വന്നിട്ടില്ല. 5 വർഷമായി. ഇതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ടൊരു ചോറൂണ് കൊടുപ്പിനെങ്ങാണ്ട് കോട്ടയത്ത് വന്നെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അവൻ ആലുകുത്തിയിട്ടില്ല. അവനെ കണ്ടാൽ തന്നെ ഒരു വെറും കള്ളന്റെ ലക്ഷണമാണ്. അവനെ കണ്ടാൽ തന്നെ എങ്ങനെ ഈ കുഞ്ഞിനെ അവന് കെട്ടിച്ചു കൊടുത്തെന്നാ സത്യം പറഞ്ഞ. ഞങ്ങൾക്കുമൊക്കെ മക്കളുണ്ട്. അമ്പാറ്റി പോലൊരു മോള് ഒന്നും കൊടുത്തില്ലേലും ആളുകൾ കൊത്തിക്കൊണ്ടു പോകും. അതുപോലൊരു മോള്. ഇന്നത്തെ രാജ്യത്ത് പെൺകുട്ടികളില്ലല്ലേ. പെൺകുട്ടികളില്ല. ഒരു സമുദായത്തിലും പെൺകുട്ടികളില്ല. ആ ഒരു മോക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും സഹിക്കത്തില്ല. ജോലിക്ക് മിടുക്കി നല്ലപോലെ പഠിപ്പിച്ച ആ തള്ള ഒരു മോനെയും ഒരു മോളെയും പഠിപ്പിച്ച് അവള് 2 കരയിലാക്കി. അവക്ക് അത് കണ്ടു മുഷിയാൻ പറ്റിയില്ല. അത്ര നല്ലൊരു മോള്. ഈ കാതകിയെ വിടരുത് മോനെ. എന്റെ മോള് സൗന്ദര്യമാണോ അവക്ക് ഇത്രയും ദോഷം ചെയ്തത്? എന്റെ മോളെ കൊന്നു കളഞ്ഞില്ലേ മോനെ. അവനും അവന്റെ പെങ്ങളും അച്ഛനും അവന്റെ പെങ്ങൾക്കും അച്ഛനും വേണ്ടിയാ എന്റെ മോളെ ഇങ്ങനെ ദ്രോഹിച്ചത്. അറേഞ്ച് മാരേജ് തന്നെ മോനെ. എൻ്റെ മോള് സ്വന്തം കഴിവിൽ പോയി ജോലി ഉണ്ടാക്കി 3 വർഷം ജോലി ചെയ്തിട്ട് വന്ന് അറേഞ്ച് മാരേജ് നടത്തി എൻ്റെ മോളെ കൊടുത്തതാ. അവൻ എത്ര പണം ഉണ്ടായാലും എത്ര സ്വത്തുണ്ടായാലും അവൻ്റെ കയ്യിൽ കാശില്ല. എൻ്റെ മോളെ ജോലി കാശുണ്ട്. അവന് 4-5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഈ പൈസ ഒന്നും വീട്ടിൽ വരുന്നില്ല. ഇവൻ എന്ത് ചെയ്യുന്നെന്നും അറിയത്തില്ല. അതുകൂടാതെ അവന് പൈസ തികഞ്ഞ അവൻ ജോലി ചെയ്ത കമ്പനിയുടെ ഷെയർ മറിച്ച് വിൽക്കുന്ന കമ്പനി അറിയാതെ അങ്ങനെയും പണം ഉണ്ടാക്കിയിട്ട് അവന് തികയുന്നില്ല. അതെല്ലാം പറഞ്ഞെന്ന് പറയുന്നു. ഇതൊന്നും ഞങ്ങളോട് എൻ്റെ മോള് പറഞ്ഞില്ല. അമ്മ വേദനിക്കും. അമ്മയ്ക്ക് തീരെ ദുഃഖം തന്നു പോയില്ലേ മോനെ. അമ്മ അതുവരെ അവള് മരിക്കും വരെ ഒരു വാക്ക് അവള് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോക്ക് ഈ ഗതികേട് വരത്തില്ല. എന്നെ ലാസ്റ്റ് എൻ്റെ മോക്ക് കാണണമെന്ന് മേഡിനോട് പറഞ്ഞെന്ന്. അമ്മക്ക് 3 ദിവസത്തെയോ 4 ദിവസത്തെ ലീവിന് പോയി അമ്മയൊന്ന് കാണാൻ തോന്നുന്നു. അമ്മയെ കണ്ടിട്ട് വരാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴവന് ആ പൊടിക്കൊച്ചിൻ്റെ ID എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് സ്വർണവും മോട്ടിച്ചോണ്ടുപോയി. പോട്ടെ, സ്വർണവും പണവും മോട്ടിച്ചോണ്ട് പോട്ടെ. ആ ID കൊടുത്തിരുന്നെങ്കിൽ മോനെ എന്നെ വന്ന് എൻ്റെ കുഞ്ഞ് 4 ദിവസമേ ചോദിച്ചോളൂ. 4 ദിവസം എൻ്റെ അമ്മയെ വന്ന് കേട്ടോ. അപ്പൊ അവൻ മനഃപൂർവ്വം കൊടുക്കാൻ ഞാൻ അവന്റെ കള്ളത്തരം നാട്ടിൽ വരുമ്പോ പൊളിയോന്ന് വിചാരിച്ചല്ലേ. അവളെ സഹോദരങ്ങൾക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടല്ലയോ. എന്നെയല്ലയോ എൻ്റെ മോക്ക് ഒളിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ളവർക്കെങ്കിലും പറയായിരുന്നല്ലോ മോനെ. എന്തിനിങ്ങനെ പിടിച്ച്? എൻ്റെ മോക്ക് ഒരാഗ്രഹം ഉള്ളായിരുന്നു, അവളെ ഭർത്താവും കൊച്ചുമായിട്ട് ജീവിക്കാൻ. കൊതി തീർന്നില്ല മോനെ. ആ രാക്ഷസി വിടത്തില്ല. ഓരോ വീക്കെൻഡിലും
അവനെ അങ്ങ് വിളിച്ചോണ്ട് പോകും. ഒരു ദിവസം എന്റെ മോക്ക് ലീവുള്ള അന്ന് പോലും ആ ഭർത്താവിന്റെയും കൊച്ചിന്റെയും കൂടെ ഇരുന്ന് ജീവിക്കാൻ അവൾ അനുവദിച്ചില്ലല്ലോ മോനെ. എന്നിട്ട് എന്റെ മോള് കാല് പിടിച്ചു പറഞ്ഞു നാത്തൂന്റെ ഭർത്താവിന്റെ ഇരിക്കെ, ചേട്ടാ എന്റെ ഭർത്താവിനെ ഇനി വിട്ടു തരാൻ പറയും, എന്റെ കൊച്ചു ഞാനും എന്റെ ഭർത്താവും തൊട്ട് ഒന്ന് ജീവിച്ചോട്ടെ എന്ന് അവളുടെ ഭർത്താവിന് മെസ്സേജ് അയച്ചു പറഞ്ഞു കേട്ടാ. എന്നിട്ട് പോലും വിട്ടുകൊടുത്തില്ലല്ലേ. അവന്റെ അഫയർ അറിഞ്ഞ് അന്നേരവും പറഞ്ഞു, ഈശോ ഞാനിത് സഹിക്കാൻ തരാം, എന്നാലും എന്റെ കൊച്ചിന് അച്ഛൻ വേണം, എനിക്ക് നീ വേണം, ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാ. എന്താ നിതീഷ്. ഇതെങ്ങനെ കല്യാണം വീട്ടുകാരൊക്കെ അറേഞ്ച്ഡ് മാരേജ് അവനെ. എന്റെ മോള് പറഞ്ഞ് നിറവിച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല എന്നെ സ്നേഹിക്കുന്നവനായിരിക്കണം, സ്നേഹിക്കുമെന്ന് അവളെ വിഡ്ഢി മനസ്സിൽ തോന്നിയതാ. വിളിക്കുമായിരുന്നു. വിളിക്കുമ്പോഴും അതല്ലേ മോനെ അമ്മ അറിയരുത്. എൻ്റെ അമ്മയ്ക്ക് സഹിക്കാനൊക്കത്തില്ല. അത്ര രീതിയിൽ എൻ്റെ മോള് പാവമായിരുന്നു മക്കളെ. നിങ്ങൾ ചോദിച്ചു നോക്കി, ഇത്ര പഞ്ചപാവമായോണ്ടല്ലേ എൻ്റെ മോക്ക് ഈ അബദ്ധം പറ്റിയത്. അല്ലെങ്കിൽ വരുമോ? ഇല്ല, വരത്തില്ല. മക്കളെ ഈ ഫോട്ടോ കണ്ടോ? അതിന്റെ കുട്ടിയായത്. 1 വയസ്സ് വരെ താലോലിക്കാൻ പറ്റിയുള്ളൂ, പിന്നെ നമുക്ക് പറ്റിയില്ല. ഈ കുഞ്ഞിനെയും തള്ളയെ ഇത് എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. ഞങ്ങൾക്ക് എങ്ങനെ ആയിരുന്നാലും ഇതിന്റെ മോചനം കിട്ടണം. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒറ്റ ഒരുത്തനാ കാരണം, അവന്റെ അച്ഛനും കാരണം എന്ന് പറയുന്നു, പെങ്ങളും. ഇവരെല്ലാം ആ സ്ഥലത്തുണ്ട്, ഇവരെല്ലാം സപ്പോർട്ടായിരുന്നു. ദൈവമുണ്ട്, ദൈവത്തിനെ മറക്കാൻ ഒക്കത്തില്ലല്ലേ. ദൈവമുണ്ട്. ദൈവമേ ഞങ്ങൾ എങ്ങനെ സഹിക്കുമെന്ന്. അവനിഞ്ഞ് വണ്ടി കയറ്റി വിട്ടാൽ മതിയായിരുന്നു. നമ്മൾ കൈകാര്യം ചെയ്യില്ലേലും വേണ്ടില്ല, അവൻ എവിടെ പോട്ട്. പക്ഷെ എൻ്റെ കുഞ്ഞിനെ കയറ്റി വിട്ടാൽ മതിയായിരുന്നു, ആ അമ്മയ്ക്കൊന്ന് കാണാൻ. അതുപോലും സാധിച്ചില്ല. എൻ്റെ കുഞ്ഞു മക്കളെ കാണാൻ വയ്യാത്ത രീതിയിലാ ചെയ്തത്. എൻ്റെ പൊന്നേ, ആർക്കും ഈ ഒരു ഗതി ഉണ്ടാവരുതേ. നമ്മുടെ കേരളത്തിൽ ആർക്കും ഉണ്ടാവരുത്. ഉത്തര എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അന്നേ പാമ്പിനെ കൊണ്ടുവന്ന് കുത്തിച്ച് അതിനെ കൊന്ന്, അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ എല്ലാം ഇങ്ങനെ കൊല്ലുന്നു മുതലിന് വേണ്ടി. അതിനൊന്നും ഒരു പരിഹാരവും ഇല്ല. വളർത്തിയതൊക്കെ നല്ല രീതിയിലാണ് വളർത്തിയത്. ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയത് നല്ല സ്വർണ്ണക്കട്ടിലിട്ട് വളർത്തിയതാ ഈ കുഞ്ഞിനെ. അത്ര എങ്ങനെ കെട്ടിച്ചെന്നും എങ്ങനെ ബന്ധപ്പെട്ടെന്നും ഒന്നും അത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കണ്ടാലോ സുന്ദരിയ, തള്ളയും അത് തന്നെ, മോളും അത് തന്നെ. അവനെ കണ്ട ഒരു പാണ്ടി ലുക്ക്. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അമ്പോറ്റി പോലെ ഈ പൊന്നുമോളെ എങ്ങനെ കൊല്ലാൻ തോന്നി, എങ്ങനെ മരിച്ച് ഒന്നും അറിഞ്ഞോണ്ടാ. അത് നമ്മുടെ ഗവൺമെന്റ് കണ്ടുപിടിക്കണം. അവനെ ശിക്ഷിക്കണം. നമ്മളെ ഗവൺമെന്റ് കണ്ടുപിടിക്കണം. ഇനിയുള്ള പെൺകുട്ടികൾക്കെങ്കിലും ഒരു തുണ വേണം. ആ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു തുണ വേണം. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യുന്നതിന്, ഈ കൊല ചെയ്യുന്നതിന്